പാവം പിടിച്ച ഒരു ചെറുപ്പക്കാരൻ അവന് തൻ്റെ മാതാപിതാക്കളെ തനിച്ചാക്കി ഈ ലോകത്തോട് ഗുഡ് ബൈ പറയേണ്ട ഒരു അവസ്ഥയെത്തി. ആത്മഹത്യാ പ്രേരണ കുറ്റം, കൊലപാതക കുറ്റം തന്നെയാണ് ആ പെണ്ണിൻ്റെ പേര് ചുമത്തേണ്ടത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള പ്രതികളോട് രക്ഷപ്പെടുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ വൈറലാക്കുന്ന ഒരാളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടല്ല, ഒരു ഇല്ലാ കഥ പ്രചരിപ്പിച്ചുകൊണ്ടല്ല. അവർക്ക് വൈറലാവണം. ബസ്സിനകത്ത് തോണ്ടാനും പിടിക്കാനും പോകുന്നവരുണ്ട്, ബസ്സിൽ കയറി പിടിക്കുന്നവരുണ്ട്. യഥാർത്ഥ പരാതികൾ പോലും പൊതുമനസാക്ഷിയുടെ മുമ്പിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. ഒരു സെക്ഷൽ പെർവർട്ടിന് വേണ്ടി വക്കീലായിട്ട് വാദിക്കുന്ന ഒരു പരമനാറിയായിട്ടുള്ള രാഹുൽ ഈശ്വർ, അതിനു മുമ്പ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇവൻ തോന്നിവാസിയായിരുന്നു. അങ്ങനെയുള്ള ഒരുത്തനെ പോലുള്ളവർക്ക് സ്പേസ് കൊടുത്തത് ഈ ഷിംജിത മുസ്തഫയാണ്. ഷിംജിത മുസ്തഫ എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഒരു സെൻറ്റി കൊണ്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ അവളെ കടപ്പങ്ങ് മാറി കിട്ടുമെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമ്പം അവൻ എത്ര നീറി എത്ര അപമാനിതനായി എനിക്കിനി ലോകത്തിൻ്റെ മുമ്പിൽ നോക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ലോക്ക് ചെയ്യണം. പുറത്തിറങ്ങാൻ പറ്റാത്ത മാതിരിയുള്ള വകുപ്പുകൾ വെച്ചിട്ട് ഇവളെയൊക്കെ ലോക്ക് ചെയ്ത് പുറം ലോകം കാണാൻ പറ്റാത്ത പോലെയുള്ള രീതിയിലേക്ക് ഇവളെയൊക്കെ അകത്തിടാൻ കഴിയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് ഇവളെ കെട്ടിക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക് പറയാനുള്ളത്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, പാവം പിടിച്ച ഒരു ചെറുപ്പക്കാരൻ അവന് തൻ്റെ മാതാപിതാക്കളെ തനിച്ചാക്കി ഈ ലോകത്തോട് ഗുഡ് ബൈ പറയേണ്ട ഒരു അവസ്ഥയെത്തി. ഈ ചില പെൺകുട്ടികൾ ഇങ്ങനെ തുടങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഒരു പെണ്ണാണ് ആ പയ്യൻ്റെ ആത്മഹത്യക്ക് കാരണം. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം, കൊലപാതക കുറ്റം തന്നെയാണ് ആ പെണ്ണിൻ്റെ പേര് ചുമത്തേണ്ടത്. അവളെ തന്തയുടെ വീഡിയോ എടുത്തിട്ടുണ്ട്. മുസ്തഫ അവളെ തന്തയാണെങ്കിൽ, അല്ലെങ്കിൽ അവളെ ഭർത്താവാണെങ്കിൽ, ഭർത്താവിനെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, അവൾ വൈറലാവാൻ വേണ്ടി ചെയ്ത തോന്നിവാസമാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഒക്കെ സ്വാഭാവികമായിട്ടും രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ബസ്സിനകത്ത് തിരക്കുണ്ടാകുമ്പോൾ ചിലപ്പം അറിയാതെ തട്ടിമുട്ടി നിൽക്കുന്നതുണ്ട്. പിന്നെ ബസ്സിനകത്ത് ഇപ്പോൾ ഒരു തിരക്കും ഇല്ലെങ്കിലും തിരക്കി മുമ്പിൽ പോയിട്ട് ഈ നമ്മൾ പറയും ജാക്കി വെക്കുക എന്ന് പറയും, അതിനായിട്ട് പോകുന്ന കുറേ ഞരമ്പ് രോഗികളായിട്ടുള്ള ആണുങ്ങളുണ്ട്. ഇതേപോലെ തന്നെ ആരെങ്കിലും ഒന്ന് തന്നെ മുട്ടട്ടേന്ന് കണ്ട് ബസ്സിൽ മുമ്പിൽ സ്ഥലമുണ്ടെങ്കിലും പുറകിൽ ആണുങ്ങളുടെ ഇടയിലോട്ട് വന്ന് തിരക്കി നിൽക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട്. ഇതൊക്കെയുള്ള കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെ അത്തരക്കാരെ ഒന്നും ന്യായീകരിക്കല്ല, അത്തരക്കാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നുമില്ല. അവരുടെ രണ്ടു കൂട്ടരും സമ്മതത്തോടു കൂടി എൻജോയ് ചെയ്യുകയാണെങ്കിൽ എൻജോയ് ചെയ്യട്ടെ. ഇത് അങ്ങനെയുള്ള ഒരു തിരക്കിലേക്കോ അങ്ങനെയുള്ള ഇതിലേക്കൊന്നും പോയിട്ടില്ല. ഈ പെൺകുട്ടി ആ സെൽഫി വീഡിയോ എടുക്കുമ്പം ഒരു പെൺകുട്ടിക്ക് ഒരു ബാഡ് ടച്ച് ഉണ്ടാകുമ്പം, ഞാനിപ്പോൾ ഇവിടുത്തെ സ്റ്റാഫായിട്ടുള്ള പെൺകുട്ടികളോട് തന്നെ സംസാരിച്ചതാണ്, ഒരു ബാഡ് ടച്ച് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചു. പറ്റും. ആ ബാഡ് ടച്ച് ഉണ്ടാകുമ്പോൾ അത് എൻജോയ് ചെയ്തുകൊണ്ട് ആരെങ്കിലും വീഡിയോ ചെയ്താൽ തിരിച്ച് എന്താ മുനീറോ എന്തോ പറഞ്ഞിട്ട് ഒരു നടി ഉണ്ടായിരുന്നു, അവളെല്ലായിടത്തും പോയി നടന്നിട്ട് എന്നെ മറ്റേയാൾ ഇവിടെ പിടിച്ചു, എന്നെ മറ്റേയാൾ അവിടെ പിടിച്ചു, മറ്റേയാൾ എന്നെ ഇങ്ങനെ തൊട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് മുഖത്ത് നവരസങ്ങൾ വിരിയായിരുന്നു. കാരണം അങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു എൻജോയ്മെൻറ്റ് പോലും ആ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യുമായിരുന്നു. അതിൻ്റെ പ്രത്യാഘാതം എന്താ? യഥാർത്ഥത്തിൽ രേവതി സമ്പത്തിനെ പോലെയൊക്കെയുള്ള ഒരുപാട് പെൺകുട്ടികൾ പരസ്യമായിട്ട് രംഗത്ത് വന്നതാണ്. മാത്രമല്ല, ഹേമ കമ്മീഷൻ വരുമ്പോൾ അതിന് മുമ്പിൽ പോയിട്ടുള്ള പല മൊഴികളും യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകളും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവർ പോയി. പക്ഷേ ഇവളെപ്പോലുള്ള ഒരുത്തി വന്നിട്ട് എല്ലായിടത്തും പോയിട്ട് അതിനകത്ത് ആകെ ഒറിജിനലായിട്ടുള്ള കാര്യം മറ്റോ വാക്സും ഒക്കെ എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ നമ്മളെ കൊല്ലത്തെ MLA. ബാക്കിയുള്ളത് മുഴുവൻ കിടന്നിട്ട് പച്ച നോണം ചാനലുകൾ മുഴുവൻ കയറി ഇറങ്ങി തള്ളച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുമോ? അത്രയും ദാരിദ്ര്യം പിടിച്ചവന്മാരൊന്നും ഇവിടെ ഇല്ലാന്നേ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള പ്രതികളോട് രക്ഷപ്പെടുക. യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികൾ പോലും ഈ ഷിംജിത റഹ്മാനെ പോലെയുള്ള വൃത്തികെട്ടവന്മാരുടെ ഈ ചെയ്തികളുടെ ഭാഗമായിട്ട് അവരെക്കുറിച്ച് മോശപ്പെട്ട ഒരു പ്രചാരണത്തിന് ബാക്കിയുള്ളവർക്ക് പൊതുസമൂഹത്തിന് സാധ്യമാവുകയും ചെയ്യുന്നുള്ളതാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ വൈറലാക്കുന്ന ഒരാളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടല്ല, ഒരു ഇല്ലാ കഥ പ്രചരിപ്പിച്ചുകൊണ്ടല്ല. അവൾക്ക് വൈറലാവണം, വീഡിയോ വൈറലാക്കണം. വീഡിയോ വൈറലാവണം എന്നുണ്ടെങ്കിൽ അവൾ മിയാ ഖലീഫയെ പോലെ തുണി അടിച്ചിട്ട് പോൺ വീഡിയോസിൽ അഭിനയിക്കട്ടെന്നേ. ഷിംജിത റഹ്മാൻ അല്ല ഷിംജിത മുസ്തഫ. ഈ തന്ത മുസ്തഫയോട് തന്നെ എനിക്ക് പറയാനുള്ളത്, അരീക്കോട്ടുകാരിയാണ്, എൻ്റെ നാട്ടുകാരിയാണ്, മലപ്പുറത്തുകാരിയാണ്. മുസ്തഫ പറ മോളോട് തുണി അടിച്ചിട്ട് ഫോൺ വീഡിയോസിൽ അഭിനയിക്കാൻ പറ. അതല്ലേ ഇതിനേക്കാളും അവരുടെ സ്ഥാനാർത്ഥിയാണ് UDF. അവിടുത്തെ UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP ആണോ എന്നുള്ളതൊന്നും വിഷയമല്ല. നമുക്ക് ആണാണോ പെണ്ണാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ള വിഷയമല്ല. വൃത്തികേട ആര് ചെയ്താലും അത് വൃത്തികേട. അവൾക്ക് വൈറലാവാൻ ഏറ്റവും എളുപ്പമുള്ള പണി അതല്ലേ, തുണി അടിച്ച് നടന്നാൽ പോലെ. അല്ലെങ്കിൽ രഹ്ന ഫാത്തിമയെ പോലെ ബിക്കിനി ഇട്ടിട്ട് അവൾ ഫോട്ടോഷൂട്ട് നടക്കട്ടെ, അവൾക്ക് ഇതിനേക്കാൾ റീച്ച് കിട്ടുമല്ലോ. അപ്പോൾ ഇമ്മാതിരി തോന്നിയാസത്തിന് ഒരു കാലത്തും കൂട്ടി നിൽക്കാൻ പറ്റത്തില്ല. എനിക്കൊരനുഭവം ഉണ്ടത്. ഇപ്പം ഞാൻ പറയട്ടെ, ഒരു പെൺകുട്ടി ഒരാൾ ലൈംഗിക ഉദ്ദേശത്തോടെ ദേഹത്ത് സ്പർശിക്കുമ്പോൾ ഉണ്ടാവുന്ന
മുഖത്തെ ഭാവമാണോ കൂളായിട്ട് നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ ബസ്സിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ ദൂരെ കുടുംബ വീടുകളിലേക്കൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളെയൊക്കെ കുഞ്ഞിലെ എന്നെയാണെങ്കിലും എൻ്റെ പെങ്ങന്മാരെയൊക്കെ ആണെങ്കിലും ബസ്സിൽ ആരെങ്കിലുമൊക്കെ മടിയിലിരുത്തും. ഇന്നത്തെ കാലത്ത് എത്ര നല്ല മനുഷ്യനാണല്ല എന്നുള്ളത് നമുക്കറിയത്തില്ല, ആരും പിള്ളേരെ പിടിച്ചിട്ട് ആരെയും മടിയിലിരുത്തത്തില്ല. കാരണം ഈ ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലത്താണ്. ഇപ്പം എനിക്കൊരനുഭവമുണ്ട്. ഞാൻ മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂരോട്ട് ബസ്സിന് പോവുക, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ബസ്സിന് പോകുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഒരു സീറ്റിനോട് ചേർന്നിട്ട് ഇങ്ങനെ കമ്പി ഉണ്ടാവുമല്ലോ ചിലടത്ത്. അപ്പോൾ ആ കമ്പിയിൽ ഇങ്ങനെ ചാരി എൻ്റെ അടുത്തൊരു ഹാൻഡ് ബാഗും ഉണ്ട്. അപ്പോൾ ഹാൻഡ് ബാഗും നോക്കിയിട്ട് നിൽക്കുക. അപ്പോൾ പുറകിൽ നിന്ന് വേറൊരു ചേച്ചി, അപ്പോൾ ഈ സീറ്റിലിരിക്കുന്നൊരു പെണ്ണാണ്, ഒരു താത്തയാണ്. അപ്പോൾ വേറെ പെണ്ണ് അവിടെ മാറി നിന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിന് മാറി നിൽക്കുന്നത്? അല്ല നിങ്ങളെന്താണ് ആ പെൺകുട്ടിയുടെ അടുത്ത് തന്നെ ഇങ്ങനെ പോയിട്ട് നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, നിൽക്കുന്നതിന് എന്താ കുഴപ്പം, ഞാൻ അവിടെ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോഴേക്ക് ഈ സ്ത്രീയുടെ ഭർത്താവ് പുറകിലുണ്ടായിരുന്നു. അവർ വന്നു, എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വെച്ചപ്പോൾ അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, ഇല്ല എനിക്ക് ചേട്ടനോട് നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അവൾ ഹസ്ബൻഡ് പക്ഷേ ഒരു അന്തസ്സുള്ള മനുഷ്യരായിരുന്നു. അയാൾ പറഞ്ഞു, നിങ്ങളെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയോടെ നിൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങളെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ്സിനകത്ത് തോണ്ടാനും പിടിക്കാനും പോകുന്നവരുണ്ട്, ബസ്സിൽ കയറി പിടിക്കുന്നവരുണ്ട്. ഈ ബസ്സിനകത്ത് ഈ സംവാദം എന്ന് പറയുന്നവൻ കാണിച്ചിട്ടുള്ള തോന്നിയാസം നമുക്കറിയാലോ. അതെ, അല്ല ഈ രാഹുൽ ഈശ്വറും ഈ മെൻസ് കമ്മീഷന്റെ ഒരു ഭ്രാന്തനും ഉണ്ടല്ലോ, മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഭ്രാന്തൻ, പ്രത്യേക കോട്ടും ചൂബയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അവരെപ്പോലുള്ളവർ ഈ സംവാദനെ ന്യായീകരിച്ചും ജയിലിലിറക്കാനും മാലയിടാനും ഒക്കെ പോയത്. രണ്ടാമത് പിന്നെയും സമാനമായ കേസിൽ പോയി. ഇങ്ങനത്തെ ക്രിമിനലുകളെ പോലും വിശുദ്ധീകരിക്കുന്നതിന് മാത്രമാണ് ഇത് സഹായമാകുക എന്നുള്ളതാണ്. യഥാർത്ഥ പരാതികൾ പോലും പൊതു മനസാക്ഷിയുടെ മുമ്പിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. ഇതിനകത്ത് ഇപ്പം എല്ലാവരോടും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന മെൻസ് കമ്മീഷൻ ആവശ്യമെന്ന് പറഞ്ഞിട്ട് വരുന്നത് രാഹുൽ ഈശ്വരനാണ്. ഇത് നാട്ടിലുള്ള പെണ്ണുങ്ങളെയെല്ലാം ഓരോന്ന് പറഞ്ഞ് അവരുടെ കുടുംബജീവിതവും തകർത്തിട്ട് അവരെ എല്ലാം ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും അങ്ങനെ ബലാത്സംഗം ചെയ്തിട്ട് ഭ്രൂണഹത്യ നടത്തുകയും ചെയ്യുന്ന ഒരു സെക്ഷൽ പെർവർട്ടിന് വേണ്ടി വക്കീലായിട്ട് വാദിക്കുന്ന ഒരു പരമനാറിയായിട്ടുള്ള രാഹുൽ ഈശ്വർ. അതിനു മുമ്പ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇവൻ തോന്നിവാസിയായിരുന്നു. അങ്ങനെയുള്ള ഒരുത്തനെ പോലുള്ളവർക്ക് സ്പേസ് കൊടുത്തത് ഈ ഷിംജിത മുസ്തഫയാണ്. ഷിംജിത മുസ്തഫ എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഒരു സെൻറ്റി കൊണ്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ അവളെ കടപ്പങ്ങ് മാറി കിട്ടുമെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഷിംജിത മുസ്തഫയ്ക്ക് അസുഖം വേറെയാണ്, അവളെ ആരും തൊടാനും പിടിക്കാനും പോകുന്നില്ല. അവൾ സെക്ഷലി ഫ്രസ്ട്രേറ്റഡാണ്. അപ്പോൾ അവൾക്ക് വൈറലാവണം എന്നുള്ളതാണ്. ഈ രാഹുൽ ഈശ്വരും അതോടൊപ്പം തന്നെ ഈ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 2-3 കോമാളികളുണ്ട്. ഇവരൊക്കെ ഈ വിഷയത്തിൽ ദീപക്കിന് അനുകൂലമായിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത. അല്ല, അതുകൊണ്ടൊന്നും ഗൗരവ സ്വഭാവം നഷ്ടപ്പെട്ടു പോകത്തില്ല. ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു പാവപ്പെട്ട വീട്ടിലേയും കൂടിയാണ്. തീർച്ചയായും അങ്ങനത്തെ പണിയെടുത്ത്. അത് മാത്രമല്ല, അവൻ്റെ അച്ഛനും അമ്മയും ഈ വിവരങ്ങൾ അറിഞ്ഞില്ല. കാരണം അവർ ഈ നെറ്റുള്ള ഫോണൊന്നും നോക്കുന്നില്ല. അത്രയും സാധാരണക്കാരാണ്. മകൻ മരണപ്പെട്ടതിന് ശേഷം മകൻ തൂങ്ങി നിൽക്കുന്നത് കാണേണ്ടി വരുന്ന അച്ഛനും അമ്മയും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മക്കളുടെ മരണം കാണേണ്ടി വരിക എന്ന് പറയുന്ന ഏറ്റവും സങ്കടം. അത് ആക്സിഡൻ്റ് അല്ല, അസുഖം വന്ന് മരിച്ചതല്ല, ആത്മഹത്യ ചെയ്തതാണ്. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമ്പം അവൻ എത്ര നീറി എത്ര അപമാനിതനായി എനിക്കിനി ലോകത്തിൻ്റെ മുമ്പിൽ നോക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഇവനെപ്പോലുള്ള വൃത്തികെട്ട നരാധമന്മാരാകുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. അവർക്ക് എന്തെല്ലാം ആരോപണം വന്നാലും സ്വന്തം അമ്മയുടെ അടുത്ത് പോയിരിക്കാനും മടിയില്ല. അവർക്ക് നാട്ടിലുള്ള നടിമാരെ പിടിച്ചുകൊണ്ട് ഫോട്ടോഷൂട്ട് നടത്താനും മടിയില്ല. ജനങ്ങളുടെ ഇടയിൽ പോയിട്ട് പ്രസംഗിക്കാനും മടിയില്ല. വിളിക്കാത്ത സ്ഥലത്തൊക്കെ കയറിയിട്ട് വേദി കയറിയിരിക്കാനും മടിയില്ല. അങ്ങനെയുള്ള മനസ്സിന് കട്ടിയുള്ള വൃത്തികെട്ടവന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല ഈ പയ്യൻ. കാരണം അവൻ തെറ്റ് ചെയ്തിട്ടില്ല. ചെയ്യാത്ത തെറ്റിന് നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതനായ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ഇതിനെ ആത്മഹത്യയായിട്ട് കാണാൻ പറ്റുമോ? ഇത് കൊലപാതകമല്ലേ, ഇത് മർഡറല്ലേ? ഒരാളെ കാരണമാണ് ഒരു ഫോൺ കയ്യിലുണ്ടെന്ന് നിങ്ങളുടെ അവർക്ക് എന്ത് തോന്നിയാസം കാണിക്കുക എന്നുള്ളതാണ്. ഇവിടെയൊക്കെ പിടിച്ചിട്ട് എന്താ അറിയോ, റെഡ് സ്ട്രീറ്റിലായിരിക്കണം. അപ്പൊ ഇവിടെ അസുഖം അങ്ങ് മാറി. ദീപക്കിലേക്ക് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ കെട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പൊ. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിനകത്തോ അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ ജയിലിൽ കിടന്നപ്പോഴോ ഇവിടെ ഏതെങ്കിലും സഹാനുഭൂതി ആളുകൾക്കുണ്ടായോ? പക്ഷേ ഈ പയ്യന്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനകത്ത് നോവുണ്ടാവും. അത് ഞാൻ പറഞ്ഞത്, ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡർ ആയാലും മനുഷ്യനാകുക എന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ രാഹുൽ ഈശ്വറിനെ പോലെ ഈ മെൻസ് കമ്മീഷൻ്റെ ഉടായ്പ അയാൾക്ക് പിന്നെ ഭ്രാന്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വട്ടുപിടിച്ച സാധനമാണ്. അയാൾക്ക് ആയ കാലത്ത് എന്തോ നല്ല തേപ്പ് കിട്ടി, അതിൻ്റെ ഫീലിങ്ങും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഒരു വ്യത്യാസവും, ഒരുത്തനാണാണ്, ഒരുത്തനാണും പെണ്ണും അല്ലാത്ത ഒരുത്തനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആണാണെന്ന് തെളിയിച്ചതാണ്.
മറ്റോ രണ്ടാമത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യത്തിൽ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുള്ളവനാണ്. ഇവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കാറ്റഗറിയിൽപ്പെട്ട പെണ്ണാണ് ഈ ഷിംജിത മുസ്തഫ എന്ന് തന്നെയാണ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കേണ്ടതെന്ന് തോന്നുന്നത്. ഈ ഷിംജിത മുസ്തഫയൊക്കെ എത്രയും പെട്ടെന്ന് ലോക്ക് ചെയ്യണം. പുറത്തിറങ്ങാൻ പറ്റാത്ത മാതിരിയുള്ള വകുപ്പുകൾ വെച്ചിട്ട് ഇവളെയൊക്കെ പിന്നെ ലോക്ക് ചെയ്ത് പുറം ലോകം കാണാൻ പറ്റാത്ത പോലെയുള്ള രീതിയിലേക്ക് ഇവളെയൊക്കെ അകത്തിടാൻ കഴിയണം. ഇവളുമാരെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ പച്ച മലയാളത്തിലാണ് പറയുന്നത്. ഇതൊക്കെ പിന്നെ അൺപാർലമെൻ്ററി ആയിട്ട് കണക്ക് കൂട്ടുന്നവർക്ക് കൂട്ടാം. ഇവിടെ ഒന്നും പാർലമെൻ്ററി ആയിട്ടുള്ള വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഒരു നിർബന്ധ ബുദ്ധി എനിക്കില്ലാത്ത ഒരാളാണ്. കാരണം തോന്നിവാസം ആര് ചെയ്താലും തോന്നിവാസമാണ്. ഇവളെയൊക്കെ കഴപ്പ് മാറണമെന്നുണ്ടെങ്കിൽ ഇവളെപ്പോലുള്ള ബാക്കിയുള്ളവർക്ക് അത് മാതൃകയാവണം. ഇപ്പോൾ കണ്ടില്ലേ, ഇനി ഏതെങ്കിലും MLA മാരോ ബാക്കിയുള്ളവരോ ഇങ്ങനെ നാട്ടിൽ മുഴുവൻ പെണ്ണ് പിടിക്കാനും ഭ്രൂണഹത്യ നടത്താനും പോകത്തില്ല. ഒരു രാഷ്ട്രീയക്കാരനോ അതിന് ധൈര്യം വരുമോ? ധൈര്യം വരത്തില്ല. ഒരുത്തിന് കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇല്ലേ. മറ്റവനെ പിന്നെ കുറച്ച് ദിവസം റിമാൻഡ് ചെയ്തിട്ടും പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പക്ഷേ എന്നാലും പഴയ മാതിരിയുള്ള അഗ്രസീവായിട്ട് പെൺപിള്ളേരെ വെല്ലുവിളിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ മാന്യനായിട്ട് നിന്നിട്ട് സംസാരിക്കുന്നത്. കാരണം അവൻ്റെ ഭാര്യ തന്നെ വക്കീൽ തന്നെ പറഞ്ഞല്ലോ പത്രസമ്മേളനം നടത്തിയപ്പോൾ. അതേപോലെ തന്നെ ഇവളെപ്പോലുള്ളവർക്കെതിരെ കടുത്ത നടപടി എടുക്കുമ്പം നാളെ പിന്നെ ഇങ്ങനെ വൈറലാവാൻ വേണ്ടി ഇവളെപ്പോലെ വൃത്തികേട് ആയിട്ട് വരുന്ന പെൺപിള്ളേർക്ക് അതൊരു മുന്നറിയിപ്പായിരിക്കും, ഒരു പാഠമായിരിക്കും. നിരപരാധിയായ ഒരു പുരുഷനും ഒരു സ്ത്രീയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. കുറ്റവാളിയായ ഒരു സ്ത്രീയും ഒരു പുരുഷനും രക്ഷപ്പെടാനും പാടില്ല. എൻ്റെ അഭിപ്രായത്തിൽ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് നമ്മൾ പറയാറുള്ളത്. നേരെ തിരിച്ചാ, ഒരു നിരപരാധിയും ഒരൊറ്റ നിരപരാധിയും ശിക്ഷിക്കപ്പെടാനും പാടില്ല, ഒരൊറ്റ കുറ്റവാളിയും രക്ഷപ്പെടാനും പാടില്ല. കാരണം അതിന് പറ്റുന്ന ആധുനിക യുഗത്തിൽ നമ്മൾ നിൽക്കുന്നത്. ഇത് പഴയ കാലത്തെ അപ്തവാക്കുക. അന്ന് ഇത്രയും സാങ്കേതികമായിട്ടുള്ള അന്വേഷണത്തിനുള്ള സൗകര്യങ്ങളില്ല, ഇങ്ങനെ ഡിജിറ്റൽ രേഖകൾ എടുക്കാൻ പറ്റത്തില്ല, CCTV ഇല്ല, വാഹന സൗകര്യം ഇല്ല, എല്ലായിടത്തും ലൈറ്റ് ഇല്ല, ഒന്നുമില്ലാത്ത കാലത്താണ്. അതിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഒരൊറ്റ കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല, ഒരൊറ്റ നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇവൾ കുറ്റവാളിയാണ്, ഇവൾ കൊടും ക്രിമിനൽ മൈൻഡ് ഉള്ളവളാണ്. രണ്ടാമതേ അവൾ വീഡിയോ ആയിട്ട് വന്നായിരുന്നു ഒലക്കമല ന്യായീകരണം കൊണ്ട്. അവൾക്കൊരു കുറ്റബോധം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ വീഡിയോ ചെയ്യാൻ പറ്റുമോ? മാനസികമായിട്ട് തകർന്നു പോകത്തില്ലേ അവൾ? എണീക്കാൻ പറ്റുമോ കിടക്കുന്നിടത്തുനിന്ന്? അപ്പോൾ അവൾക്ക് മനസ്സാക്ഷിയില്ല. ഇവളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് ഇവളെ കെട്ടിക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക് പറയാനുള്ളത്.